ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1738. ഇന്ന് ഒക്ടോബർ മാസം 3-ാം തീയതി, 277-ാമത്തെ ദിവസത്തിലെത്തി. നമ്മളുടെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങോട്ടുള്ള പെരുമാറ്റം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് മറ്റുള്ളവരോടുള്ള നമ്മുടെ ഓരോ പ്രതികരണം. അവൻ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നാണ് എല്ലാ ദുഷ്ചെയ്തികൾക്കുമുള്ള നമ്മുടെ പതിവ് ന്യായീകരണം. സ്വന്തം പെരുമാറ്റത്തിന്റെ താക്കോല് എന്തിനാണ് മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? സ്വയം നിയന്ത്രിക്കാനായിട്ട് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ അവനവനെ തന്നെ ഒന്ന് നേരെയാക്കാനും കഴിയാത്തതിന്, രൂപപ്പെടുത്താനും പറ്റാത്തതിന് അന്യരെ നമ്മളിങ്ങനെ പതിവായി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കലഹങ്ങളുടെയും കാരണം പ്രതികരണങ്ങളോടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ്. ആരും എപ്പോഴും ഒരുപോലെയൊന്നുമല്ല പെരുമാറുന്നത്. സ്വന്തം പെരുമാറ്റത്തിന്റെ വേരുകൾ സ്വന്തം നന്മകളിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനായിട്ട് കഴിയേണ്ടതല്ലേ? നമ്മൾ ഓരോ മനുഷ്യരുടെയും പെരുമാറ്റങ്ങൾ നോക്കിയാണ് പൊതുവെ പ്രതികരിക്കുക. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായത്തില്, അത് ക്രിസ്തുയേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിപ്പീൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ക്രിസ്തുയേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ തിരിച്ച് സ്നേഹിച്ചാൽ അതിനകത്ത് എന്താ വലിയ കാര്യമാണ്? മറിച്ച് നിങ്ങളെ വെറുക്കുന്നവരെയും ഉപദ്രവിക്കുന്നവരെയും എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ? എന്റെ നിങ്ങളുടെയും ഒക്കെ പെരുമാറ്റത്തെ കുറെ കൂടി അവനവന്റെ ഉള്ളിലെ നന്മയിൽ നിന്ന് രൂപപ്പെടുത്തണമെന്നാണ് ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നത്. അവനവന്റെ പെരുമാറ്റങ്ങളുടെ വേരുകൾ സത്യത്തിൽ അവനവനിലെ നന്മയിൽ തന്നെയാണോ പതിഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ അതിനെ നിയന്ത്രിക്കാനായിട്ടോ നശിപ്പിക്കാനായിട്ടോ നിശ്ചലമാക്കാനായിട്ടോ മറ്റൊരാൾക്ക് എങ്ങനെ സാധിക്കും? എതിരെയുള്ള മനുഷ്യരുടെ പ്രതികരണങ്ങളെയോ പെരുമാറ്റങ്ങളെയോ അവലംബിച്ചും ആശ്രയിച്ചും മാത്രമായി പോകരുതേ നമ്മൾ ഓരോരുത്തരുടെ രീതികൾ. ഓരോരുത്തരും അവനവന്റേതായ ചില സവിശേഷതകളെ വളർത്തിയെടുത്ത് മനോഭാവങ്ങളെയൊക്കെ ഒന്ന് രൂപാന്തരപ്പെടുത്തി വേണ്ടേ ജീവിപ്പാനായിട്ട്? ക്രിസ്തുയേശു ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാതൃക ഭൂമി മണ്ണിന് കൈമാറിയിട്ടുമുണ്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.